ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായ വാർത്ത റഷ്യ ഈ യുദ്ധങ്ങൾക്കിടയിൽ പണി പറ്റിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. റഷ്യയുടെ ഒരു വലിയ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണം നിർത്തി എന്നുള്ള ഒരു വലിയ വാർത്തയാണ്. ഇതിനെ റഷ്യ പ്രകോപിപ്പിച്ചൊരു കാരണമുണ്ടായിരുന്നു. നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറഞ്ഞിരുന്നു ഏപ്രിൽ 15-നകം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഞങ്ങൾ പൂർണ്ണമായി നിർത്തുകയാണ്, ഈ ഉപരോധം ഞങ്ങളും റഷ്യക്കെതിരെ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരേതായാലും എണ്ണ നിർത്തുന്നു. അതിനു മുൻപ് ഈ ഗ്യാസ് നിർത്തുക. കാരണം യൂറോപ്പ് ആകമാനം ഉപയോഗിക്കുന്നത് റഷ്യയുടെ ഗ്യാസാണ്. ഇത് പൈപ്പ് ലൈൻ വഴിയാണ് ഈ റഷ്യ ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും എത്തിക്കുന്നത്. അതിനിടയിൽ റഷ്യ പറയുകയുണ്ടായി തങ്ങളോട് കൂറു പുലർത്തുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഹംഗറി പോലെയുള്ള അത്തരം രാജ്യങ്ങൾക്ക് തങ്ങൾ ഇത് തുടർന്നും നൽകും, പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനി മുതൽ നൽകുന്നില്ല, ഞങ്ങൾക്ക് പുതിയ കൂട്ടാളികളെ കിട്ടിയിരിക്കുന്നു, കൂടുതൽ ഇടങ്ങളിലേക്ക് ഞങ്ങൾ വ്യാപാരം വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയും റഷ്യയുമായി ഈ ഗ്യാസ് സംബന്ധിച്ച് ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. കാരണം ഖത്തറിലെ ഗ്യാസ് പ്ലാന്റുകൾ പൂട്ടിയത് മൂലം ഗ്യാസുകൾ ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറഞ്ഞിരുന്നു. അതുമൂലം നമ്മുടെ പാചകവാതകത്തിനൊക്കെ വലിയ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയുമായി ഒരു കരാറിൽ എത്തിയത്. റഷ്യയുടെ കയ്യിൽ നിന്ന് 50% ഗ്യാസ് വാങ്ങാനുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് റഷ്യ പറയുന്നതും. ഇന്ത്യ, ചൈന, മറ്റു രാജ്യങ്ങൾ എന്നിവയിലേക്ക് ഞങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നത് എന്നാണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഗ്യാസ് പ്ലാന്റുകൾ പലതും നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നെതർലാൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഗ്യാസിന് വലിയ രീതിയിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് എല്ലാം കൊണ്ടും നല്ലൊരു അവസരം നോക്കി പുടിൻ തിരിച്ചടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലമായി റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പരസ്യമായും രഹസ്യമായും ഒക്കെ നീക്കം നടത്തിക്കൊണ്ടിരുന്നു. ഉക്രൈന് പിന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നതും. ഇതിനിടയിൽ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തി. ഇന്ത്യയുടെ പക്കൽ നിന്ന് പോലും സംസ്കരിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അനുവദിക്കില്ല എന്ന് ട്രംപ് പറയും. പല യൂറോപ്യൻ രാജ്യങ്ങളും അത് പെട്ടുപോവുകയും ചെയ്തിരുന്നു. ഏതായാലും ഏപ്രിൽ 15 മുമ്പ് പൂർണ്ണമായി തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു യൂറോപ്യൻ രാജ്യവും എണ്ണ വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു മുൻപാണ് റഷ്യ ഇപ്പോൾ ഗ്യാസ് നിർത്തിയതായിട്ടുള്ള വാർത്ത വരുന്നത്. ഇതേതായാലും വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു പണി കൊടുക്കാൻ കാത്തിരുന്ന പുടിന് ഈ യുദ്ധം ഒരു വലിയ തുണയായിട്ടുണ്ട്. കാരണം ഈ യുദ്ധത്തിൽ ഗ്യാസ് സ്റ്റേഷനുകൾ പലതും പൂട്ടിയത് പോലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗ്യാസ് ലഭിക്കുക ബുദ്ധിമുട്ടാണ്. പുടിന്റെ ഈ തീരുമാനത്തോടു കൂടി തന്നെ മാസങ്ങളോളം ഈ പ്രതിസന്ധി നിലനിൽക്കും. കാരണം പെട്ടെന്ന് യൂറോപ്പിന് ഇതിൽ നിന്ന് കരകയറുക അസാധ്യമാണ് എന്നും അത് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തകിടം മറിക്കുന്ന ഒന്നായി മാറുമെന്നും വിദഗ്ധരും കരുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.